നമുക്കൊരു ജോബ് അതും ഓൺലൈനായിട്ട് വളരെ വേഗം കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഇൻ്റർനെറ്റ് ഡിസ്കണക്റ്റ് ആയിപ്പോയി. എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ആവശ്യമുണ്ടല്ലേ? ഇപ്പോഴുള്ള നമ്മുടെ വാഹനങ്ങളിൽ CCTV ഒക്കെ നിർബന്ധമാണ്. ബസ്സുകൾ പോലുള്ള വാഹനങ്ങളിലൊക്കെ CCTV നിർബന്ധമാണ്. അതല്ലെങ്കിൽ പല ഡിവൈസുകളും കണക്റ്റഡ് ആണ്. ഇതിനെല്ലാം സെപ്പറേറ്റ് സിം കാർഡ് യൂസ് ചെയ്യുക എന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഇതിനെല്ലാത്തിനോട് കൂടി ഒരു വൈഫൈ പൊതുവായിട്ട് ഒരു സിംഗിൾ സിമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ലേ? പൊതുവെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലുള്ള ഹോട്ട്സ്പോട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് നേരം ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഹോട്ടാകുകയും പെട്ടെന്ന് ബാറ്ററി ചാർജ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസ് അതിനെയാണ് ഞാൻ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ D-Linkന്റെ ഒരു 4G റൗട്ടറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ 4G റൗട്ടറിനെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ വീട്ടിലൊരു വൈഫൈ ലഭിക്കുന്നത് പോലെ തന്നെ ഇതൊരു വൈഫൈ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇതൊരു ബാക്കപ്പ് പ്ലാൻ പോലെ വർക്ക് ചെയ്യും. അതായത് നമുക്ക് ഇതിൽ വീട്ടിലെ കണക്ഷൻ കട്ടാകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയും 4G വഴി അതിൽ അല്ലെങ്കിൽ 5G ഉള്ള ഡിവൈസുകളുണ്ട്, 5G വഴി ഇൻ്റർനെറ്റ് നമുക്ക് ലഭ്യമാക്കും. എൻ്റെ കയ്യിലുള്ള ഒരു 4G റൗട്ടറാണ് ഇരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ റൗട്ടറിൽ ഏകദേശം 32ഓളം ഡിവൈസുകൾ ഒരേ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു 150 Mbps ഡൗൺലോഡ് സ്പീഡ് നമുക്ക് മാക്സിമം ഇതിൽ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അതിൽ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. ഇതാണ് ഇതിൻ്റെ സിം കാർഡ് സ്ലോട്ട്. നമ്മുടെ 4G നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സിം കാർഡ് ഇട്ടാൽ മതി. സിം കാർഡ് ഇടുമ്പോഴത്തേക്ക് വലിയ സിം കാർഡ് ഇടാൻ പറ്റും, നാനോ സിം കാർഡൊന്നും ഇടാൻ പറ്റില്ല. ഇത് ഒരു എക്സ്ട്രാ ലാൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടാണ്. ഇത് അതിൻ്റെ വാൻ പോർട്ടാണ്. ഇത് ലാൻഡ് പോർട്ടും ഉണ്ട്, പിന്നെ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട്. ഇതിൻ്റെ കൂടെ തന്നെ അഡാപ്റ്ററൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ എക്സ്ട്രാ ലാൻഡിന വന്നിട്ടില്ല. നമുക്ക് വൈഫൈക്ക് കൂടുതൽ റേഞ്ച് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ആൻറ്റിന ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. സാധാരണ വൈഫൈയുടെ ആൻറ്റിനയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് പ്രവർത്തിക്കുന്ന ഇൻറ്റർണൽ ആൻറ്റിന ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വൈഫൈക്ക് നമുക്ക് കുറച്ചുകൂടെ റേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻറ്റിന അതിലേക്ക് കണക്ട് ചെയ്യാം. ഒരു ലാൻഡ് കേബിളുണ്ട്. നമുക്കിതിൻ്റെ വാൻ പോർട്ടിലേക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് എല്ലാ ഓഫീസിലുള്ള ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഒരു ബാക്കപ്പായിട്ട് ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് 4G നിന്നുള്ള ഇൻ്റർനെറ്റ് വൈഫൈ വഴി ലഭിക്കും. അതുപോലെ തന്നെ ഒരു ലാൻഡ് കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ലോട്ട് കൂടെ ഉണ്ട്. അതിൽ നമുക്ക് ലാൻഡ് വഴിയുള്ള നെറ്റും എടുക്കാൻ സാധിക്കും. ഒരു 12 വോൾട്ട് 1 ആംപിയർ അഡാപ്റ്ററാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ ഇപ്പോൾ CCTV നിർബന്ധമാണ്. അപ്പം നമുക്ക് ഇതുപോലെ വണ്ടിയിലൊക്കെ നമുക്ക് റിമോട്ട് വ്യൂവിനൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരും, ക്യാമറയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് നമുക്കിത് ചെറിയൊരു ഇൻവെർട്ടർ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഇൻവെർട്ടർ അതിൽ കണക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലേറ്റർ കൊടുത്തുകൊണ്ട് 12 വോൾട്ട് 1 ആംപിയർ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് വേണമെങ്കിലും കൊടുക്കാം.
എൻ്റെ കയ്യിലൊരു ജിയോയുടെയും ഒരു BSNLൻ്റെ ആയിരുന്നു സിം കാർഡ് ഉണ്ടായിരുന്നത്. ജിയോ വെച്ച് ഞാൻ ഡിവൈസ് ട്രൈ ചെയ്തിട്ട് എന്തോ എനിക്കറിയില്ല, വർക്ക് ചെയ്തില്ല. എന്തുകൊണ്ടാണ് വർക്ക് ആവാഞ്ഞെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു BSNL സിം ഞാൻ മൊബൈലിൽ തന്നെ ഇട്ട് എൻ്റെ സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഏകദേശം എനിക്കൊരു മാക്സിമം ഒരു 8 Mbps ഒരു ഡൗൺലോഡ് സ്പീഡാണ് കിട്ടുന്നത്. ഞങ്ങളുടെ അവിടെ പൊതുവെ BSNL ഇച്ചിരി റേഞ്ചൊക്കെ പ്രശ്നമുള്ള സ്ഥലമാണ്. അത് സ്പീഡ് എപ്പോഴും കൂടിയും കുറഞ്ഞും ഒക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് സ്പീഡ് BSNL അങ്ങനെ കിട്ടാറില്ല. ഏതായാലും BSNLൻ്റെ നമുക്ക് ഫോണിൽ കിട്ടിയതിൻ്റെ സ്പീഡ് ഏകദേശം ഒരു 8.87 ആ റേഞ്ചിൽ എനിക്ക് കിട്ടിയുള്ളൂ. അതുപോലെ ഈ ഡിവൈസിനകത്ത് വലിയ സിം കാർഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. നമ്മുടെ നാനോ സിം കാർഡൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ നമുക്കൊരു സിം അഡാപ്റ്റർ വല്ല യൂസ് ചെയ്തിട്ടുണ്ട് വരും, അല്ലെങ്കിൽ ഈ ഒറിജിനൽ ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ആ വലിയ സിമ്മായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ആ സിം ഇടുന്നുണ്ട്. സ്ലിമ്മിൻ്റെ സ്ലോട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു നോച്ചുണ്ട്, അത് നോക്കിയിട്ട് വേണം നമ്മൾ സിം ഇടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരുപാട് ഡിവൈസുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു 4G മോഡം ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. പല ടൈപ്പിലുള്ള 4G മോഡം വരുന്നുണ്ട്. USB ടൈപ്പൊക്കെ 4G മോഡം വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കുഴപ്പം ചില USB ടൈപ്പ് മോഡം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിലേ കിട്ടുള്ളൂ. ഇതുപോലെയുള്ള വൈഫൈ ഡയറക്റ്റായിട്ടുള്ള ഡിവൈസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിവൈസുകൾ ആ ഒറ്റ സിം കാർഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബൂട്ടായി വരാൻ കുറച്ച് നേരം എടുക്കും. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുന്നത് വൈഫൈ കണക്റ്റായിട്ട് വൈഫൈ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ടവർ സിഗ്നൽ നമ്മൾ ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ സിം കാർഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ പാക്കേജ് ഉണ്ട്, നെറ്റ് കണക്റ്റ് ആണ് എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നമുക്ക് നോക്കണം, റേഞ്ച് കണക്റ്റഡ് ആണോ എന്നൊക്കെ. ചിലപ്പോൾ അത് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ പാക്കേജ് തീർന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാണും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫോണിൽ നോക്കിയപ്പോഴത്തേക്ക് ഫോണിൽ വൈഫൈ കാണിക്കുന്നുണ്ട്. SSID എല്ലാം ആ ഡിവൈസിന് നേരെ പ്രീസെറ്റ് കൊടുത്തിരുന്ന പോലെ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അതിനുള്ള പാസ്വേഡും കാര്യങ്ങളും എല്ലാം ആ ഡിവൈസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു 5 Mbps ഒക്കെയാണ് ഡൗൺലോഡ് സ്പീഡ് കാണിക്കുന്നത്. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ വൈഫൈയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സിം കാർഡ് വഴി 4G മോഡത്തിൽ കൂടെ നമുക്ക് വൈഫൈ ആയിട്ട് കിട്ടുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡാണിത്. ഇവിടുത്തെ BSNLൻ്റെ കണക്ഷൻ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സ്പീഡ് കാണിക്കുന്നില്ല. ശരിക്കും ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ല സ്പീഡ് കിട്ടുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു BSNLൻ്റെ ഒരു ഇഷ്യൂ കാരണം എനിക്കിപ്പോൾ അത് അത്രേ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു 4.26 ഒക്കെയാണ് ഇതിലിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഡിവൈസ് കേപ്പബിൾ ആണ്, ഇതിന് കൂടുതൽ സ്പീഡ് തരാൻ സാധിക്കും. എൻ്റെ സിമ്മിൻ്റെ അല്ലെങ്കിൽ ആ കണക്ഷൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ ജിയോ ഇട്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചാണ്, പക്ഷേ ജിയോ എന്തുകൊണ്ടോ ഈ ഡിവൈസുമായിട്ട് വർക്ക് ആകുന്നില്ല. ഒരു ബാൻഡ് വിഡ്ത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഞാനിതിപ്പം എൻ്റെ ഡിവൈസിലേക്ക് പിന്നെ ലാപ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുവാണ്. ലാപ്പിൽ സെയിം ഇത് തന്നെയാണ്. അപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ചോദിച്ചു. ആ പാസ്വേഡ് ഈ കാണുന്ന പോലെ ആ ഡിവൈസിൻ്റെ സീരിയൽ നമ്പറിൻ്റെയൊക്കെ താഴെ തന്നെ ആ പാസ്വേഡ് SSID എല്ലാം അതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാം. പക്ഷെ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് റീസെറ്റ് ചെയ്ത് വേറെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡിവൈസായിട്ട് നമ്മളത് കണക്ട് ചെയ്യേണ്ടതുണ്ട്. കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡീഫോൾട്ട് IP ഉണ്ട്. ഈ IPയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. വൺസ് വൈഫൈ കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ 4G റൗട്ടറിലേക്ക് നമ്മൾ ആദ്യം വൈഫൈ വഴി കണക്ട് ചെയ്യണം. കണക്റ്റ് ആയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഡീഫോൾട്ട് ടൈപ്പിലേക്ക് നമ്മൾ ബ്രൗസർ വഴി കണക്ട് ചെയ്യുകയാണ്. 192.168.0.1 ഇതാണ് ഇതിൻ്റെ ഡീഫോൾട്ട് ടൈപ്പ് വന്നിരിക്കുന്നത്. അതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വെബ് പേജ് കിട്ടും. അഡ്മിൻ അതാണ് യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡും അഡ്മിൻ ആണ്. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു വെബ് പേജ് കിട്ടുന്നുണ്ട്. ഈ വെബ് പേജ് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ നമുക്ക് SSID ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. അതുപോലെ ഡിവൈസിൻ്റെ അകത്ത് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെന്താണെന്നൊക്കെ ഇതിൽ ലോഗ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുമാതിരിപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഡിവൈസിൻ്റെ ഈ വെബ് പേജിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സിമ്മിലേക്ക് വരുന്ന SMS കാണാൻ വേണ്ടിയിട്ടും ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിക്കാം. നമ്മുടെ ഈ ഡിവൈസിൻ്റെ കോൺഫിഗറേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു സെറ്റപ്പ് വിസാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ വൈഫൈ SSID പാസ്വേഡ് ലോഗിൻ പാസ്വേഡ് എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. SSID ഇതേപോലെ ഡീഫോൾട്ട് തന്നെയാണ് കിടക്കുന്നത്, ഞാനൊന്നും മാറ്റിയിട്ടില്ല. നമുക്കിത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള SSID കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ സാധിക്കും. ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീഫോൾട്ട് പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ടൈം സോൺ ചേഞ്ച് ചെയ്യാം. നമ്മുടെ ടൈം സോണിലേക്ക് ഇതിനെ കൊണ്ടുവരാം. ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് കംപ്ലീറ്റ് കൊടുത്താൽ മതി. ഇതൊന്നും നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ സിം ഇട്ടിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു SSID ഒക്കെ കൊടുക്കണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് BSNL സിമ്മിൽ കിട്ടുന്ന നെറ്റ്വർക്ക് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 3G മാത്രമേ ഉള്ളൂ, അതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഡീറ്റെയിൽസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന SMS-കൾ. ഈ ഡിവൈസിൽ ആ സിമ്മിലേക്ക് വരുന്ന SMS-കൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ലോഗിൻ ചെയ്തിട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്താൽ മതി. ആമസോണിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് 4G റൗട്ടർ അല്ലെങ്കിൽ 5G റൗട്ടറുകൾ കാണാൻ സാധിക്കും. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഡിവൈസ് കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലുള്ള TP ലിങ്കിൻ്റെ D-ലിങ്കിൻ്റെ ഒക്കെ ഒരുപാട് മറ്റ് ബ്രാൻഡുകളും ഉണ്ട്. അതുപോലെ USB പോലെ യൂസ് ചെയ്യുന്ന 4G മോഡം ഉണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ഒരു മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാവുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഡിവൈസ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.